ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം ശക്തമാകുന്നു. നാളെ മുതൽ നിസ്സഹകരണ സമരത്തിന് ഡോക്ടർമാർ. ഈ മാസം 29 മുതൽ തിയറി ക്ലാസുകൾ നിർത്തിവെക്കാനും തീരുമാനം. PR പ്രവീണയുണ്ട് വിവരങ്ങളുമായി. പ്രവീണ, ഈ നിസ്സഹകരണം ഏതൊക്കെ മേഖലയാണ് ബാധിക്കാനിരിക്കുന്നത്? എന്താണ് വിശദാംശം? നിസ്സഹകരണം ആദ്യഘട്ടത്തിൽ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ ബാധിക്കില്ല. എന്നാൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. സർക്കാരുമായുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ, സർക്കാർ നിയോഗിക്കുന്ന VIP ഡ്യൂട്ടികൾ, ഇതിൽ നിന്നെല്ലാം ഇവർ വിട്ടുനിൽക്കും. അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാതെ പുതിയ മെഡിക്കൽ കോളേജുകളിലേക്ക് കൂട്ട സ്ഥലംമാറ്റം നടത്തുന്നു. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകളും ദീർഘകാല ശമ്പള DA കുടിശ്ശികയും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. നാളെ മുതൽ നിസ്സഹകരണം അത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയാവും ബാധിക്കുക. അത് കഴിഞ്ഞ് 29-ാം തീയതി മുതൽ തിയറി ക്ലാസുകൾ നിർത്തിവെക്കും. അത് വിദ്യാർത്ഥികളുടെ അധ്യയനത്തെ കാര്യമായി ബാധിക്കും. അത് കഴിഞ്ഞ് ഒക്ടോബർ 3-നും 9-നുമായി പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലും തീരുമാനമായില്ലെങ്കിൽ OP ബഹിഷ്കരണം അടക്കമുള്ള കടുത്ത സമരപരിപാടികളിലേക്ക് കടക്കാനും സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ KGN CPA തീരുമാനിച്ചിട്ടുണ്ട്. PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.